വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ NDA സഖ്യത്തിന് പ്രത്യേകിച്ച് BJPക്കും കീറാമുട്ടിയായിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഉയർന്നു വരുന്ന തമ്മിലടി. ഒരു ഘട്ടത്തിൽ സഖ്യകക്ഷികൾ പരസ്യമായി ഏറ്റുമുട്ടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിഞ്ഞുകയറി വിജയത്തിലേക്കെത്തിയ NDA സഖ്യത്തിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂടി തിരിച്ചടിയേറ്റാൽ പിന്നീടുള്ള വളർച്ച എന്താകുമെന്ന് BJPക്ക് നന്നായി അറിയാം. എന്നാൽ മഹാരാഷ്ട്രയിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും BJP ഇത്തരം കല്ലുകടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടിയുടെ ട്രിഗർ ഷൂട്ടറുമായ സാക്ഷാൽ അമിത്ഷായെ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിൽ അമിത്ഷായുടെ കളികളൊന്നും ഏൽക്കാൻ പോകില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. വിഷയത്തിൽ ഇടപെട്ട് അമിത്ഷാ സഖ്യകക്ഷികൾക്കിടയിൽ തമ്മിലടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അന്ത്യശാസനം നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ ഈ അന്ത്യശാസനം തള്ളി ആദ്യം രംഗത്തെത്തിയത് ശിവസേന ഷിൻഡെ വിഭാഗം നേതാവും മുഖ്യമന്ത്രിയും കൂടിയായ ഏക്നാഥ് ഷിൻഡെ ആയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ വേണമെന്ന് ശിവസേന ഷിൻഡെ വിഭാഗം അവകാശം ഉന്നയിച്ചതോടെ മഹാരാഷ്ട്ര NDAയിൽ സീറ്റ് വിഭജനം ആകപ്പാടെ താറുമാറായിരിക്കുകയാണ്. ആകെ 288 സീറ്റുകളുള്ള സംസ്ഥാനത്ത് 160 സീറ്റുകളിൽ മത്സരിക്കാനാണ് BJP പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനിടെയാണ് നേരിട്ട് വാളെടുത്ത് ഷിൻഡെയുടെ കടന്നുവരവ്. എന്നാൽ മറ്റൊരു സഖ്യകക്ഷിയായി NCP അജിത് പക്ഷമാകട്ടെ 60 സീറ്റിൽ ഏറെ സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ശിവസേനയായ തങ്ങളെയാണ് ജനം അംഗീകരിച്ചതെന്നും ഉദ്ധവ് പക്ഷത്തേക്കാൾ മറാഠി ഹൈന്ദവ വോട്ടുകൾ തങ്ങൾക്കാണ് ലഭിച്ചതെന്നും കഴിഞ്ഞ ദിവസം അമിത്ഷായുമായി മുംബൈയിൽ നടത്തിയ ചർച്ചയിൽ ഷിൻഡെ വിഭാഗം അറിയിച്ചിരുന്നു. അതോടെ BJPക്ക് എത്ര സീറ്റിൽ മത്സരിക്കാനാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണെന്നും 100 സീറ്റ് അനുവദിച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ NDAക്ക് പരാജയപ്പെടുത്താനാകുമെന്നുമാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷിൻഡെ വിഭാഗം നേതാക്കൾ അവകാശപ്പെടുന്നത്. 100 സീറ്റ് ചോദിക്കുന്ന ഷിൻഡെ വിഭാഗം 80 മുതൽ 90 സീറ്റുകളെങ്കിലും ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണുള്ളത്. ചുരുങ്ങിയത് 60 സീറ്റുകൾ ലക്ഷ്യമിടുന്ന അജിത് പക്ഷത്തിന് അത്രയും ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഷിൻഡെ വിഭാഗവും അജിത് പക്ഷവും തമ്മിലുള്ള അകൽച്ച കൂടുന്നതും മുന്നണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സ്വാധീന മേഖലകളിൽ വോട്ടർമാരുണ്ടാകാൻ ഷിൻഡെ പക്ഷം നടത്തുന്ന ശ്രമങ്ങളാണ് ഭിന്നതയ്ക്കു കാരണം. ബാരാമതിയിൽ ഷിൻഡെ വിഭാഗം സംഘടിപ്പിച്ച ഗണേശോത്സവത്തിലേക്കുള്ള ക്ഷണം അജിത് പവാർ നിരസിച്ചിരുന്നു. ഷിൻഡെയുടെ തട്ടകമായ താനെയിൽ ലാഡ്കി ബഹീൻ പോസ്റ്ററുകളിൽ നിന്ന് ഉപമുഖ്യമന്ത്രി നേതൃത്വം ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഒട്ടേറെ ഇടങ്ങളിലാണ് ധനമന്ത്രി കൂടിയായ അജിത് പവാറിനെ ഒഴിവാക്കിയുള്ള പോസ്റ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച പോസ്റ്ററിലാണ് അജിത്തിനെ അവഗണിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റുകളിലാണ് അജിത് പവാർ വിഭാഗം മത്സരിച്ചത്. ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ജയിക്കാനായത്. റായ്ഗഡിൽ മാത്രമാണ് പാർട്ടിക്ക് നിലം തൊടാനായത്. ഇതോടെ അജിത്തിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതായും വിലയിരുത്തുന്നുണ്ട്. അതിനിടെ അജിത് ശരത് പവാറിനൊപ്പം പോകുമെന്ന വാർത്തയും പരന്നിരുന്നു. ഇതോടെ BJP നേതൃത്വം നേരത്തെ കർശന നിർദ്ദേശം അജിത്തിന് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്രയും സീറ്റുകൾ ഘടകകക്ഷികൾ ചോദിക്കുന്നത് കൊടുക്കേണ്ടി വന്നാൽ ആത്മഹത്യാപരമായിരിക്കുമെന്നും മഹാരാഷ്ട്ര BJP നേതൃത്വം അമിത്ഷായെ അറിയിച്ചിട്ടുണ്ട്.